അങ്ങനെ 2 ആഴ്ചത്തെ അവധി പെട്ടെന്ന് കഴിഞ്ഞു. ഇന്ന് തിരിച്ച് ദുബായിക്ക് പോവുകയാണ്. മാത്തു 2 ആഴ്ച അമ്മയില്ലാതെ തന്നെ നാട്ടിൽ നിൽക്കാൻ പുള്ളിക്ക് പ്രയാസമൊന്നും ഇല്ലായിരുന്നു. പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി വണ്ടിയിൽ ബാഗെല്ലാം എടുത്തു വെച്ചപ്പം പുള്ളിയുടെ കുട്ടുവിനെയും തിരിച്ച് വണ്ടിയുടെ അകത്തൊക്കെ കയറ്റി തിരിച്ച് ദുബായിക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേരും. കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. കുട്ടന് ബൈ പറഞ്ഞു മാത്തു. ആ കൊച്ചു വണ്ടി അപ്പുറത്തെ സൈഡിൽ കയറ, അപ്പുറത്തെ സൈഡിൽ കയറ. അപ്പടെ മുണ്ട് കടിക്കണോ? ഇല്ല, അടുത്ത ദിവസം കൊണ്ടാ, അടുത്ത ദിവസം കൊണ്ടാ. ഇന്ന് വേണ്ട, ഇന്ന് വേണ്ടടാ, ഇന്ന് വേണ്ട. വാ പോവാം 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 പോവാം. കുട്ടിയോടെ ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ, നമുക്ക് പോയിട്ട് വരാം. നീ ഇത് എങ്ങോട്ടും എടുത്തോണ്ട് പോണേ? അവിടെ ഇട്ടല്ലേ, കുട്ടിയോടെ ഇരുന്നോട്ടെ. അത് വേദനയ്ക്കും. കുട്ടനെ പുറത്തിറക്ക്. എന്റെ പൊന്നെ. ഓൺലൈൻ ചെക്ക് നേരത്തെ ചെയ്തിരുന്നു. അതുകൊണ്ട് 1 അവർ താമസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. MC റോഡ് അത്യാവശ്യം തിരക്കായതിനാൽ കോതമംഗലം, മലയാറ്റൂർ, നെടുമ്പാശ്ശേരി ആ റൂട്ടാണ് എയർപോർട്ടിലേക്ക് പോയത്. കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. പെട്ടിയെടുത്താടാ, പെട്ടിയെടുക്ക. പെട്ടിയെടുക്കാൻ സഹായിച്ച മാത്തു ട്രോളി ഞാൻ തന്നെ ഉന്തുമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഉന്തിക്കൊണ്ട് പോവുകയാണ്. എത്ര നേരം ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഏകദേശം 11:30ആയി. എയർപോർട്ടിൽ തീരെ തിരക്കില്ല. ഉച്ചസമയം ആയതുകൊണ്ട് ഫ്ലൈറ്റിന് എണ്ണം കുറവാണ്. യൂഷ്വലി ഈവനിങ് ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് എക്സ്ട്രാ 7 kg ഉണ്ട്. ഞാൻ ഓൺലൈനായിട്ട് എക്സ്ട്രാ ബാഗേജ് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ അവരുടെ ഓൺലൈൻ സൈറ്റ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. എന്താ റീസൺ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് കരുതി. എൻ്റെ ബാഗേജിൽ 5.2 മാത്തുവിൻ്റെ ബാഗേജിൽ 1.82 kg ആണ് അധികമായിട്ടുള്ളത്. യൂഷ്വലി 1.8 kg 2 kg മിക്ക ഫ്ലൈറ്റും കൺസിഡർ ചെയ്യാറില്ല, അലോ ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിൽ തന്നെ കാർഡ് മെഷീനായിട്ട് ഇരിക്കണേ. എക്സ്ട്രാ 7,000 നമ്മൾ പേ ചെയ്തു. ഒന്നും തിരിച്ചു മാറ്റിയൊന്നുമില്ല. ഫ്ലൈറ്റ് ഓൾറെഡി 20 minutes ലേറ്റ് ആണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് മേളിൽ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഫുഡ് കോർട്ടിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ ലോഞ്ചിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയം ഏകദേശം 11:45 ആയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് തീർന്നു. ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലഞ്ച് അറൗണ്ട് 12:15 12:20 ഒക്കെ ആവുമെന്നാണ് അവർ പറഞ്ഞത്. മാത്തു ഇഡ്ഡലി കഴിച്ചിരുന്നു. ഞാനൊരു കോഫിയും കുടിച്ച് അവിടെ സമയം കളഞ്ഞു. ഫ്ലൈറ്റ് ഓൾറെഡി 20 minutes ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ സമയം കളയാൻ വേണ്ടി അതിലേക്കൂടെ ചുമ്മാ നടക്കാനും തീരുമാനിച്ചു. അടച്ചിട്ട് ക്ലോസ് ചെയ്തേക്കോ. അവിടെ ഉണ്ട് വേറെ കട ഷോപ്പ്. ഓടി നടക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം വീഡിയോ ഒക്കെ വെച്ച് കൊടുത്തേക്കുവാണ്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് ഇടാൻ അറിയോ?
എവിടെ ഏത് ഉറപ്പാണോ? അത് ഉറപ്പാണോ? ടാക്സി വിളിച്ചു നോക്കിയാൽ പോയി. സമയം ഏകദേശം 5:30 ആയി. ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. മാത്തോ അമ്മയാണോ? എന്നത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ ഇത് എവിടുന്ന വന്നത്?